നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആരാധകരുമായി സന്തോഷവാർത്ത പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് മിനി സ്ക്രീൻ നടിയായ അൻഷിത. നിരവധി പേരാണ് അൻഷിതയുടെ സന്തോഷവാർത്തയറിഞ്ഞ് ആശംസകൾ അറിയിച്ച് എത്തിയത്. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ പ്രിയങ്കരിയായ നടിയാണ് താരം. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടെവിടെ എന്ന പരമ്പരയിലൂടെയാണ് അൻഷിത ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയെടുത്തത്. ശേഷം തമിഴിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയും അവിടെ ചെല്ലമ്മ എന്ന പരമ്പരയിലൂടെ നടി ഏറെ ശ്രദ്ധേയയാവുകയും ചെയ്തു. അൻഷിത തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. ഇപ്പോഴിത് അൻഷിത തന്റെ പുത്തൻ വിശേഷങ്ങളാണ് ആരാധകരുമായി പങ്കുവെച്ചത്. അൻഷിതയുടെ ഉമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു വീട് എന്നത്. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വപ്നഭവനം സ്വന്തമാക്കിയിരിക്കുകയാണ് അൻഷിത. ഇപ്പോൾ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങാണ് അൻഷിത തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവെച്ചത്. പാലുകാച്ചൽ ചടങ്ങിൽ മുസ്ലിം പെൺകുട്ടിയായിട്ടാണ് താരം വീട്ടിൽ കയറിയത്. തൊട്ടു പിന്നാലെ അൻഷിതയുടെ അമ്മയും ബന്ധുക്കളും മുല്ലപ്പൂ നിറച്ച മുറവുമായി വീട്ടിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പിന്നീട് കുടുംബവും എല്ലാം ചേർന്ന് അവരുടേതായ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത്. വീടിന്റെ ചിത്രങ്ങൾ കണ്ട് ആരാധകരെല്ലാവരും പറയുന്നത് വീടിന് ഏകദേശം 50 ലക്ഷം രൂപയെങ്കിലും കാണുമെന്നാണ്. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം സ്വന്തമായി ഒരു വീട് എന്ന ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ് അൻഷിത. സ്വന്തമായൊരു വീട് എന്നത് അൻഷിതയുടെ ഉമ്മയുടെയും ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചത്. ഇതിൻ്റെ സന്തോഷമാണ് അൻഷിത തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയും പങ്കുവച്ചത്. കബനി എന്ന സീരിയലിലൂടെ വില്ലത്തിയായി എത്തുകയും തുടർന്ന് ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന കൂടെവിടെ എന്ന പരമ്പരയിലൂടെ നായികയായി എത്തുകയും ചെയ്ത താരമാണ് അൻഷിത. കൂടെവിടെ എന്ന പരമ്പരയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയെടുക്കാൻ അൻഷിതയ്ക്ക് സാധിച്ചു. തുടർന്ന് തമിഴിലെ ചെല്ലമ്മ എന്ന പരമ്പരയിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ അൻഷിതയ്ക്ക് സാധിച്ചു. തമിഴ് ബിഗ് ബോസിലെ ഒരു മുഖ്യ കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു താരം.